അനൻ, എന്തോ എനിക്ക് അനന്റെ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അടിപൊളിയായ ഡ്രസ്സ്, താങ്ക് യു. സൂപ്പറായിട്ടുണ്ട്. നല്ലൊരു പെർഫോമൻസിനൊക്കെ പറ്റിയ അങ്ങനെ ഒരു കെട്ടും മട്ടൊക്കെ ഉള്ള പോലെ ഉണ്ടല്ലോ കുട്ടി. അങ്ങനെ പറയാം. ശരി, ഏത് പാട്ടാ സെലക്ട് ചെയ്തിട്ടുള്ളത്? ആലമടങ്ങലും അജായബ് പലവണ്ണം എന്ന് പറഞ്ഞ ഒരു പാട്ടാണ് സുജാ ചേച്ചി പാടിയ. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാട്ടാണ്. അത് നല്ല രീതിയിൽ പാടണം. നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ഭംഗി ഈ പാട്ടിനും പെർഫോമൻസിനും കൂടെ കൊടുക്കണം. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു.
എന്തോ നല്ല ടഫായിട്ടുള്ള ലിറിക്സ് ആണ്. അതെങ്ങനെ വരികളിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പാടി തീർക്കാന്ന് പറഞ്ഞാൽ ഒരു കൈയടിയാവാം. താങ്ക് യു. നമ്മുടെയൊക്കെ ഒരു നൊസ്റ്റാൾജിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പാട്ടും അതിൻ്റെ റിതമൊക്കെയാണ്. കുറേ കേട്ട് ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ്. പക്ഷേ ഈ പാട്ട് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ കറക്റ്റായിട്ട് പാടി എന്നുള്ളത് നമുക്ക് ജഡ്ജസിനോട് ചോദിച്ച് തന്നെ അറിയണം. ഞാൻ അൻവർക്ക. അനന്മളെ എന്തോ സുഖമാണല്ലോ. സുഖം. പാട്ട് നന്നായി പാടി മക്കളെ, ഉഗ്രനായിട്ട് പാടി. താങ്ക് യു. ഇതിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് ചെറിയ ശ്രുതിയുടെ പ്രശ്നം വന്നു. മുന്തിരിൽ മുന്തിയ കലിമത്ത് മഹിതരൻ ചന്തമിൽ അവിടെ എത്തിയില്ല. ആ സ്ഥലം ചെറിയൊരു ശ്രുതി ഔട്ട് വന്നു. പിന്നെ അതുപോലെ മേലായവൻ തൻ്റെ ശരീരത്തിൽ മതിമുത്തി മോദ കുളിർവേദം പൊരുളറിന്തേ, ആ പൊരുളറിന്തയിലും ചെറിയ ശ്രുതി കേട്ടോ, പറഞ്ഞു തരണ്ടേ? യെസ്. അങ്ങനെ ഈ രണ്ട് സ്ഥലത്തുമാണ് ഞാൻ ആകെപ്പാടെ കണ്ടുപിടിച്ച ചെറിയ കുറ്റം. ബാക്കി പാട്ടിൻ്റെ ആ ഒരു എന്താ പറയുക ചടുലതയ്ക്കനുസരിച്ച് ഹൃദ്യമാക്കി മക്കൾ പാടി. ഇനി അങ്ങനെ പോട്ടെ. ഈ ഇങ്ങനത്തെ ചെറിയ ചെറിയ ശ്രുതി ഔട്ടുകൾ കൂടെ മാറ്റി എടുത്ത് ഫിൽട്ടർ ചെയ്ത് വരട്ടെ. ഓക്കെ, താങ്ക് യു അൻവർക്ക. താങ്ക് യു സോ മച്ച് ഷബ്നം. അനൻ, എന്തോ പാട്ട് കേൾക്കാനും കാണാനും നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു. നന്നായിട്ട് പാടി. ആൻഡ് ആകെ ആ ഒരു ഹൈ പോർഷൻസ് പ്രാക്ടീസ് ചെയ്ത് മാറ്റാന്ന്. ഹൈ പിച്ചുള്ള അധികം പാടാറില്ലല്ലോ മോള്? ഇല്ല, ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇത്ര ഹൈപ്പിച്ചുള്ളത് പാടിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ടാണ്. പെട്ടെന്ന് മാറണം എന്ന് വിചാരിക്കരുത്. ഇല്ല. ട്രൈ. ഓക്കെ, അതെ. ശരി. താങ്ക് യു സോ മച്ച് ജഡ്ജസ്.